ചൊവ്വാഴ്ച പുലർച്ചെ 4:10. ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം. ബഹിരാകാശ പേടകത്തിന്റെ വാതിൽ തുറന്നു. സമയം 4:17. പേടകത്തിൽ നിന്ന് ആദ്യ അംഗം കമാൻഡർ നിക് ഹേഗ് പുറത്തിറങ്ങി. നിറഞ്ഞ ചിരിയോടെ ചുറ്റുമുള്ളവരെ അഭിവാദ്യം ചെയ്തു. ലോകത്ത് പിറന്നത് പുതുചരിത്രം. സമയം 4:25. പേടകത്തിൽ നിന്ന് 4 ബഹിരാകാശ യാത്രികരും പുറത്തെത്തി. തുടർന്ന് 4 പേരെയും മെഡിക്കൽ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ ഡ്രാഗൺ ക്യാപ്സ്യൂളിന്റെ ചരിത്ര ദൗത്യം പൂർത്തിയായി. ഒൻപത് മാസം നീണ്ട ആശങ്കയും അനിശ്ചിതത്വവും നിറഞ്ഞ കാത്തിരിപ്പിന് സന്തോഷം നിറഞ്ഞ പര്യവസാനം. ഇന്ത്യൻ വംശജ സുനിത വില്യംസും സംഘവും ഭൂമിയിൽ സുരക്ഷിതരായി തിരിച്ചെത്തി. ലോകം കാണാൻ കാത്തിരുന്ന നിമിഷം. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഭൂമിയെ തൊട്ടത്. ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിലാണ് പേടകം ഇറങ്ങിയത്. കടലിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് നേവി സീലിന്റെ ബോട്ട് കുതിച്ചെത്തി. തുടർന്ന് സുരക്ഷാ പരിശോധന. ഇത് 10 മിനിറ്റോളം നീണ്ടു. ശേഷം പേടകത്തെ MV മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. 4:10 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:25 യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്ക് യാത്രികരെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി. രാജ്യാന്തര ബഹിരാകാശ നിലയമായ ISSലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന സ്റ്റാർലൈൻ്റെ ആദ്യ പരീക്ഷണമായിരുന്നു ഇത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ 5 ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത്. 7 ISSലെത്തി. 13 മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ പിന്നാലെ പ്രതിസന്ധികളും എത്തി. നിരവധി പ്രതിസന്ധികൾ. 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ടവർ 8 മാസത്തിലേറെ ബഹിരാകാശത്ത് കുടുങ്ങി. 2012 2024 2 തവണ സുനിത വില്യംസ് പിറന്നാൾ ബഹിരാകാശത്താണ് ആഘോഷിച്ചത്. ആദ്യമായി ബഹിരാകാശത്ത് മാരത്തണും ട്രയാത്തണും സുനിത പൂർത്തിയാക്കി. 2 പ്രാവശ്യം അവർ ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡറുമായി. ബഹിരാകാശത്ത് അടുപ്പിച്ച് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ വനിതയാണ് സുനിത. സ്പേസ് സ്റ്റേഷന് പുറത്തിറങ്ങി 62 മണിക്കൂറും 6 മിനിറ്റ് നടന്ന് പെഗ്ഗി വിൽസന്റെ റെക്കോർഡ് തിരുത്തി. 9 തവണ സ്പേസ് വാക്ക് നടത്തി. സുനിതയുടെ 3ാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഇത്. സുനിത നടന്നു കയറിയത് ചരിത്രത്തിലേക്ക് കൂടിയാണ്.